നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 274th day. Today 45th sloka of 4th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 274ാമത്തെ ദിവസം. ഇന്ന് 4ാമത്തെ അധ്യായത്തിലെ 45ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. ഓം കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം 4ാമത്തെ അധ്യായത്തിലെ 45ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഫലഭക്ഷേണ ഗർഭസ്യാത് ഗർഭണോദരവൃദ്ധിതാ സ്വൽപഭക്ഷ്യം തതോ ശക്തിർ ഗൃഹകാര്യം കഥം ഭവേത്. ഓം ശ്രീകൃഷ്ണായ നമഃ. ഫലഭക്ഷേണ ഗർഭസ്യാത് ഗർഭേണോദരവൃദ്ധിതാ സ്വൽപഭക്ഷ്യം തതോ ശക്തിർ ഗൃഹകാര്യം കഥം ഭവേത്. ഓം തത്സത്. ആ സ്ത്രീ തൻ്റെ സഖിയോട് പറയുകയാണ്, ഈ ഫലം ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗർഭം ധരിക്കും. ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ് വലുതാകും. ഭക്ഷണം അല്പം മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ശക്തി ക്ഷയിക്കും. അപ്പോൾ ഞാനിങ്ങനെയാണ് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആ ബ്രാഹ്മണൻ്റെ ഭാര്യ കാട് കയറി ചിന്തിക്കുകയാണ്. അവൾക്ക് ആ ഫലം ലഭിച്ചപ്പോൾ അത് ഭക്ഷിച്ച് സന്താനം വേണ്ട, സന്താനം ഉണ്ടാകുന്നത് കഷ്ടമാണ് എന്നുള്ള ചിന്ത മനസ്സിലുദിച്ചു. അതുകൊണ്ട് തന്നെ അവൾ അതിനുള്ള ന്യായങ്ങൾ തൻ്റെ സഖിയോട് തൻ്റെ സങ്കടത്തിൻ്റെ കാരണങ്ങൾ പറയുകയാണ്. ഈ ഫലം ഭക്ഷിച്ചാൽ ഞാൻ ഗർഭിണിയാകും. ഗർഭിണിയായിക്കഴിഞ്ഞാൽ എൻ്റെ ഉദരം വർദ്ധിക്കും. അപ്പോൾ ഞാൻ സ്വല്പം മാത്രം ഭക്ഷിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ശക്തി കുറയും. പിന്നെ ഞാൻ എങ്ങനെയാണ് വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുക? അതുകൊണ്ടാണ് ഫലം ഭക്ഷിക്കുകയില്ല എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അത് ഭക്ഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഈ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഫലഭക്ഷീണ ഗർഭസ്യാത് ഗർഭണോദരവർദ്ധിത ഗർഭണോദരവൃദ്ധിത സ്വൽപഭക്ഷ്യം തതോ ശക്തി ഗൃഹകാര്യം കഥം ഭവേത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ.